യുൻസുനെ ജംഗ്സനെ ഒന്നിച്ച് കണ്ട ഷോക്കിലാണ് ജംഗു തിരിച്ചു പോകുന്നത്. രണ്ടുപേരും അവനോട് പല കാര്യങ്ങളും പറഞ്ഞതെല്ലാം അവന്റെ മനസ്സിൽ കൂടെ പോവും. രണ്ടുപേരും ഉദ്ദേശിച്ചത് ആരെയാണെന്ന് അവൻ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അവൻ ആകെ തകർന്നിരിക്കുവാണ്. അവരെല്ലാവരും വീട്ടിലേക്ക് തിരിച്ചെത്തും. പിറ്റേ ദിവസം ഡോർബെൽ അടിക്കുന്ന കേൾക്കുമ്പോൾ ക്യൂങ് ചെന്ന് നോക്കുന്നുണ്ടേ ജംഗ്സൺ ആയിരിക്കും. ജംഗ്സൺ ആണെന്ന് കേൾക്കുമ്പോൾ തന്നെ യുൻസു അകത്ത് റെഡി ആകാനായിട്ട് പോകും. പക്ഷെ അവരെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് നോക്കുമ്പോൾ ജംഗ്സനെ അവിടെ കാണത്തില്ല. യുൻസുന് ഇഷ്ടമുള്ള ഡിഷസ് എല്ലാം പ്രിപ്പയർ ചെയ്ത് പല വെളിയിൽ വെച്ചിട്ട് ജംഗ്സൺ പോയിട്ടുണ്ടാവും. യുൻസു ജംഗുവിനെ വന്ന് മീറ്റ് ചെയ്യും. അവളുടെ ആദ്യത്തെ ഡ്രാമ പ്രൊഡ്യൂസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് ജംഗു പറയുന്നത് കേൾക്കുമ്പോൾ അവൾക്ക് സന്തോഷമാവും. അവളുടെ പഴയ സ്റ്റുഡിയോ ഇനി മുതൽ ഹോങ്ങയായിരിക്കും ഉപയോഗിക്കാമെന്ന് ജംഗു പറയുമ്പോൾ അവൾക്ക് സങ്കടമാവുന്നുണ്ടെങ്കിലും പുറത്ത് കാണിക്കത്തില്ല. പക്ഷെ അവളുടെ ഡ്രാമ ഇനി മുതൽ എഴുതുന്നത് ഹോങ്ങയായിരിക്കും എന്ന് കേൾക്കുമ്പോൾ അവൾക്ക് ഫീൽ ചെയ്യും, ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡ്രാമയാണല്ലോ, അത് പകുതിക്ക് വെച്ചിട്ട് നിർത്താൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് പിന്നെ ഡയറക്ടർക്കും അതായിരുന്നു ആവശ്യം എന്ന് ജംഗു അവളുടെ അടുത്ത് പറയും. എന്റെ ഒറിജിനൽ സ്ക്രിപ്റ്റ് ഹോങ്ങ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് യുൻസു പറയുമ്പോൾ അത് ഉറപ്പ് കൊടുക്കാനായിട്ട് ജംഗുവിന് പറ്റത്തില്ല. സാരമില്ല, ഹോങ്ങയെ ഞാൻ നേരിട്ട് കണ്ട് സംസാരിച്ചോളാം എന്നപ്പോൾ യുൻസു അവനോട് പറയും. യുൻസു ജംഗുവിന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഹോങ്ങ അവിടേക്ക് വരുന്നത് കാണും. യുൻസുനെ കാണുമ്പോൾ തന്നെ അവൾ സന്തോഷത്തോടെ ഗ്രീറ്റ് ചെയ്തിട്ട് ഞാൻ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ വന്നതാണെന്ന് പറയും. അവർ തമ്മിൽ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത കൂട്ടാണ് ഹോങ്ങ പെരുമാറുന്നത്. ഞാൻ കാണാനിരിക്കുമായിരുന്നു, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് യുൻസു അവളോട് പറയും. ഞാൻ ക്വിറ്റ് ചെയ്ത ഡ്രാമയുടെ ബാക്കിയുള്ള എപ്പിസോഡ്സ് എഴുതാൻ പോകുന്നത് ഇയാളാണെന്ന് കേട്ടു, എന്റെ സ്ക്രിപ്റ്റ് യൂസ് ചെയ്യാനായിട്ട് പാടില്ല എന്ന് യുൻസു ഹോങ്ങയെടുത്ത് പറയും. തന്റെ അവസ്ഥ ഇപ്പൊ വളരെ മോശമാണെന്ന് എനിക്കറിയാം, ഞാൻ ഹാപ്പിയാണ്, അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാമെന്നാണ് ഹോങ്ങ മറുപടി പറയുന്നത്. എന്റെ അവസ്ഥയ്ക്ക് യാതൊരു പ്രശ്നമില്ല, എന്റെ സ്ക്രിപ്റ്റ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ഇയാൾക്ക് അയച്ചു തന്നിട്ടുണ്ട്, അത് ഇയാൾക്കും ബോധ്യമുള്ളതാണ്, ആ കഥ ഉപയോഗിക്കാനായിട്ട് പാടില്ല എന്ന് യുൻസു പറയുമ്പോൾ എനിക്ക് വേണമെങ്കിലും ആ പ്ലോട്ടൊക്കെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് ഹോങ്ങ പറയുന്നത്. എന്റെ കയ്യിൽ എല്ലാത്തിനും തെളിവുണ്ട്, എന്റെ കഥ ഉപയോഗിക്കുവാണെങ്കിൽ ഞാൻ കേസ് കൊടുക്കും, കോർട്ടിൽ ചെല്ലുമ്പോൾ തെളിവ് മുഴുവൻ ഇയാൾക്കെതിരായിരിക്കുമെന്ന് ബോധ്യമുണ്ടല്ലോ എന്ന് യുൻസു ചോദിക്കുമ്പോഴത്തേക്കിനും ഹോങ്കി ദേഷ്യം വരും. അവൾ ഉടനെ പറയുന്നത് ജംഗു ഈ ഡ്രാമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇനിയും റേറ്റിംഗ്സ് പുറകിലേക്ക് പോവുകയാണെങ്കിൽ ജംഗുവിന് നഷ്ടം വരും. ജംഗു ആണ് ജംഗ്സന്റെ റെസ്റ്റോറന്റിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്, അങ്ങനെ വരുമ്പോൾ ജംഗ്സനെ അത് ബാധിക്കും, ജംഗ്സന്റെ റെസ്റ്റോറന്റ് നഷ്ടത്തിലാണെന്ന് അറിയാലോ എന്ന് ചോദിക്കും. എല്ലാവരും കണക്റ്റഡ് ആണ്, അതുകൊണ്ട് നിർബന്ധ ബുദ്ധി കാണിക്കരുത് എന്നുള്ള രീതിക്കാണ് ഹോങ്ങ യുൻസുവിന്റെ അടുത്ത് സംസാരിക്കുന്നത്. ഞാനത് പോട്ടേന്ന് വെച്ചേനെ, പക്ഷെ റിസൈൻ ചെയ്ത് പോരുന്ന ദിവസം ഇയാള് സംസാരിച്ചതും എന്നോട് കാണിച്ചതൊന്നും ഞാൻ മറക്കാനായിട്ട് പോകുന്നില്ല എന്ന് യുൻസു അവളോട് പറയും. എന്നിട്ട് ചോദിക്കും, എന്തിനാണ് എന്നോട് കള്ളം പറഞ്ഞത് ജംഗ്സനെ പറ്റി, അവനൊരു പ്ലേ ബോയ് ആണ്, ഫ്രാൻസിൽ ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, നിന്നോട് ഫ്ലോട്ട് ചെയ്യുമായിരുന്നു, അങ്ങനെയൊക്കെ എന്തിനാണ് പറഞ്ഞത്, നീ വെറുതെ പറഞ്ഞതാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ അതിനെപ്പറ്റി ഒന്നും ചോദിച്ചില്ല, ജംഗ്സനെ ഇഷ്ടമായിരുന്നിട്ടും ഞാൻ അവനോടൊന്നും പറഞ്ഞില്ല, എപ്പോഴെങ്കിലും എന്നോടത് തിരുത്തി പറയും, നീ അങ്ങനെയൊക്കെ പറഞ്ഞതിന് എന്തെങ്കിലും റീസൺ ഉണ്ടാവും എന്നൊക്കെ ഞാൻ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു, പക്ഷെ അങ്ങനെ ഒരു ശ്രമം ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല, ഞാൻ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് വാല്യൂ ചെയ്തിരുന്നു, തനിക്ക് അങ്ങനെ അല്ലായിരുന്നെന്ന് എനിക്ക് മനസ്സിലായി എന്ന് യുൻസു പറയുന്നുണ്ട്. ഹോങ്ങ തിരിച്ചു പറയുന്നത്, എനിക്ക് തന്നോട് അസൂയായിരുന്നു, ഞാൻ ലൈഫിൽ ആഗ്രഹിച്ചത് മുഴുവൻ ഇയാളെ നേടുന്നത് സങ്കടത്തോടെ ഞാൻ നോക്കി നിന്നിട്ടുണ്ട്, പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഞാൻ എപ്പോഴും എന്നെ ഇയാളുമായിട്ട് കമ്പയർ ചെയ്യായിരുന്നു, നോക്കുമ്പോൾ ഇയാൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു, ഇയാൾക്ക് സക്സസ് ഒക്കെ വരുന്നു, എനിക്ക് മാത്രം ഒന്നും സംഭവിക്കുന്നില്ല, അങ്ങനെ ഞാൻ സങ്കടപ്പെട്ടിരിക്കുമായിരുന്നു, ഇപ്പൊ ആ അവസ്ഥ മാറിയിട്ടുണ്ട്, ഞാൻ ഹാപ്പിയാണെന്ന് ഹോങ്ങ പറയുമ്പോൾ തനിക്ക് ഇത്രയ്ക്ക് പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ കാണാതിരുന്നാൽ പോരായിരുന്നു എന്ന് യുൻസു ചോദിക്കും. അന്നേരം ഞാൻ ഇയാളെ പറ്റി ക്യൂരിയസ് ആവും, ഇയാൾ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയണമായിരുന്നു, അങ്ങനെ അവസാനം ഞാൻ എന്നെ തന്നെ വെറുത്തു തുടങ്ങി എന്ന് ഹോങ്ങ പറയും. ഇതിനെല്ലാം കാരണക്കാരി യുൻസു ആണെന്നുള്ള രീതിക്കാണ് ഹോങ്ങ സംസാരിക്കുന്നത്. അന്നേരവും അവളുടെ തെറ്റ് മനസ്സിലാക്കാനോ അത് അക്സെപ്റ്റ് ചെയ്യാനോ ഹോങ്ങ തയ്യാറാകുന്നില്ല. ലഞ്ച് റിസർവേഷൻസ് ഒക്കെ വരുമ്പോൾ കൂട്ടത്തിൽ ഒരു ലേഡിക്ക് നട്ട്സിനോട് അലർജി ഉണ്ട്, അതുകൊണ്ട് അത് ഇൻഗ്രീഡിയൻസിൽ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് ജംഗ്സൺ എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻ കൊടുക്കും. ഇവരതിനനുസരിച്ചാണ് എല്ലാം ചെയ്യുന്നത്. പക്ഷെ വെച്ചേക്കുന്ന പ്ലേറ്റ് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നെടുത്ത് മാറ്റുന്നതിന്റെ ഇടയിൽ യങ്ങസ്റ്റ് ഷെഫ് നീക്കി വെക്കും. ഇവരാരും ഇത് ശ്രദ്ധിക്കുന്നില്ല. അവർ ആ ഡിഷ് കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ അലർജിക് റിയാക്ഷൻ വരും. അവരുടെ ഹസ്ബൻഡ് അവിടെ നിന്ന് ബഹളം ഉണ്ടാക്കും. ജംഗ്സൺ എന്താണെന്ന് അറിയാനായിട്ട് വരുമ്പോഴത്തേക്കും എന്റെ വൈഫിനെ നീ കൊല്ലാനായിട്ട് നോക്കിയതാണോ, നീ കുറച്ച് ഫേമസ് ആയപ്പോഴത്തേക്കും എങ്ങനെയെങ്കിലും മതി എന്നുള്ള ഭാവമാണോ എന്നുള്ള രീതിക്കാണ് ഇയാൾ ചോദിക്കുന്നത്. ജംഗ്സൺ അവന്റെ കാലിലാണ് അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. അവരൊന്ന് സ്റ്റേബിൾ ആയി കഴിയുമ്പോഴത്തേക്കിനും ചികിത്സയുടെ ചെലവ് മുഴുവൻ ഞാൻ നോക്കിക്കോളാം എന്ന് അവൻ ഹസ്ബൻഡിന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് അവന് യുൻസുന്റെ കോള് വരുന്നുണ്ട്, പക്ഷെ ശ്രദ്ധിക്കുന്നില്ല. യൂഹ പതിവ് പോലെ യുൻസുന്റെ വീട്ടിലാണ്. എനിക്ക് വിശക്കുന്നു, എഗ്ഗ് ബോയിൽ ചെയ്ത് തരാനായിട്ട് അവൻ ക്യുങ്ങിന്റെ അടുത്ത് പറയും. ഇയാൾക്ക് വീട്ടിൽ പൊക്കൂടെ, എനിക്കതൊന്നും ചെയ്തു തരാൻ പറ്റത്തില്ല എന്ന് ക്യുങ് പറയുന്നുണ്ടെങ്കിലും അവള് ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുമ്പോൾ എനിക്ക് ബോയിൽ ചെയ്ത എഗ്ഗ് ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ട് അമ്മ എനിക്ക് ചെറുതായിരുന്നപ്പോൾ എപ്പോഴും ബോയിൽ ചെയ്ത് തരുമായിരുന്നു, അമ്മ എന്നെ വിട്ടു പോകുന്നതിന് മുമ്പെന്ന് പറയും. ഇത്രയും പേഴ്സണൽ ആയിട്ടുള്ള കാര്യം എന്തിനാണ് എന്നോട് ഷെയർ ചെയ്യുന്നതെന്ന് ക്യുങ് ചോദിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ പെൺകുട്ടികൾക്ക് പിറ്റി തോന്നും, അത് പിന്നീട് ഇഷ്ടമായിട്ട് മാറുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് അവൻ മറുപടി പറയും. അന്നേരം യുൻസു അവിടേക്ക് വരും.
ആദ്യം എഴുതിയ സ്ക്രിപ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ജംഗു താല്പര്യം കാണിച്ചിട്ടുണ്ടെന്ന് യുൻസു വന്നിട്ട് ക്യുങ്ങിന്റെ അടുത്ത് ഷെയർ ചെയ്യും. ഞാനും അറിഞ്ഞായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ആ ഡ്രാമ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് ഞാനാണെന്ന് ജൂഹ അവളോട് പറയും. ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ക്യുങ് അവളെ മാറ്റി നിർത്തിയിട്ട് പറയും, ജൂഹ ഡയറക്റ്റ് ചെയ്ത സീക്വൻസസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമ്മുടേത് മെലോ ഡ്രാമ ആണെങ്കിൽ ആവശ്യമില്ലാതെ അവിടെ ഇവിടെയൊക്കെ ലൈറ്റ് കൊടുത്തിട്ട് ജൂഹ അതൊരു ത്രില്ലർ ആക്കി മാറ്റും. അതുകൊണ്ട് അതിനെക്കുറിച്ച് ആലോചിക്കണം എന്ന് പറയും. ഇങ്ങനെ കുറ്റം പറയുന്നതൊക്കെ അവൻ കേൾക്കുന്നുണ്ട്, പക്ഷെ അവൻ അതിനൊന്നും പറയത്തില്ല. ഞാൻ ആദ്യമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ഡ്രാമ സംവിധാനം ചെയ്യുമ്പോൾ അത് യുൻസുവിന്റെ ആ സ്ക്രിപ്റ്റ് ആയിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് ജൂഹ പറയുമ്പോൾ എന്തുകൊണ്ടാണ് അത് തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കുന്നതെന്ന് അവൾ തിരിച്ചു ചോദിക്കും. അതിന്റെ എൻഡിങ് സങ്കടമാണ്, എനിക്കത് ഇഷ്ടപ്പെട്ടു, നല്ലൊരു മെലോ ഡ്രാമയാണെന്നാണ് അവൻ മറുപടി കൊടുക്കുന്നത്. ഞാൻ പക്ഷേ അതിന്റെ എൻഡിങ് മാറ്റാനായിട്ട് പോവുകയാണ്, ഹാപ്പി എൻഡിങ് ആക്കാൻ പോവുകയാണെന്ന് നമ്മൾ പറയുമ്പോൾ ജൂഹ അതിനെ എതിർത്തു. ഉച്ചയ്ക്ക് കഴിക്കാനിരിക്കുമ്പോൾ എങ്ങനെയാണ് അങ്ങനെ ഒരു മിക്സപ്പ് സംഭവിച്ചതെന്ന് അവർക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. ആ പ്ലേറ്റ് മാറ്റി വെച്ചു എന്ന് ജിന്നിന് ഉറപ്പാണ്. കിച്ചണിൽ എന്ത് സംഭവിച്ചാലും ആ ഫോൾട്ട് എന്റേതാണ്, നിങ്ങൾ അത് ഓർത്ത് വിഷമിക്കേണ്ട. പക്ഷെ എവിടെയാണ് നമുക്ക് തെറ്റ് സംഭവിച്ചതെന്ന് അറിയണം, എന്നാൽ മാത്രമേ ഇനി അത് സംഭവിക്കാതെ തിരുത്താനായിട്ട് പറ്റത്തുള്ളൂ എന്ന് ജാക്സൺ അന്നേരം അവിടേക്ക് വന്നിട്ട് അവരോട് പറയും. ഞാൻ അറിയാതെ ആ പ്ലേറ്റ് മാറ്റി വെച്ച് പോയി എന്ന് യങ്ങസ്റ്റ് ഷെഫായ മിൻഹോ കൺഫസ് ചെയ്യും. നമ്മള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പരസ്പരം മുഖത്ത് നോക്കാത്തത് കൊണ്ടാണ്, ഇനി മുതൽ ഐ കോണ്ടാക്ട് വേണം, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ജാക്സൺ അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിക്കാണ് സംസാരിക്കുന്നത്. ആ TV ഷോയിലാണെങ്കിൽ നേരത്തെ ഉള്ള വിന്നറും അടുത്ത എപ്പിസോഡിലെ വിന്നറും തമ്മിൽ വീണ്ടും മത്സരിക്കണം. അങ്ങനെയാണ് ആ ഷോ മുന്നോട്ട് പോകുന്നത്. ഇയാള് ഇപ്പൊ ഫേമസ് ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇപ്പൊ തീരെ ശ്രദ്ധയില്ല, നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നു. ഞാൻ നേരത്തെയും ഇവിടെ വന്നിട്ടുണ്ട്, അന്ന് വരുന്നതായിരുന്നു എനിക്ക് ഇഷ്ടം എന്നൊക്കെ ഹസ്ബൻഡ് പറഞ്ഞത് ജംഗ്ഷൻ ഓർക്കും. അവൻ എന്തോ ആലോചിച്ച് തീരുമാനിച്ചിട്ട് TV സ്റ്റേഷനിലേക്ക് വിളിച്ച് ഇനി എനിക്ക് ആ ഷോയിൽ അപ്പിയർ ചെയ്യാനായിട്ട് താല്പര്യമില്ല, എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം എന്ന് പറയും. ഫോൺ വിളിച്ചിട്ട് എടുത്തില്ല, മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ഇല്ല. അതുകൊണ്ട് യുൻസു ജംഗ്ഷനെ കാണാനായിട്ട് വരും. ഒരു പേർ ഷൂസ് അവന് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് വാങ്ങിച്ചിട്ടാണ് വരുന്നത്. ഷൂസ് കൊടുക്കുവാണെങ്കിൽ ആ ആൾ അകന്നു പോകുമെന്നാണ് അവിടെയുള്ള വിശ്വാസം. എന്നാൽ ഇതിട്ടിട്ട് ഇയാൾ എൻ്റെ അടുത്തേക്ക് വരണം എന്നാണ് അവൾ അത് കൊടുത്തിട്ട് പറയുന്നത്. ഇന്ന് എനിക്ക് ഏറ്റവും സങ്കടമുള്ള ഒരു ദിവസമായിരുന്നു, പക്ഷെ ഇത് എന്നെ ഹാപ്പി ആക്കി എന്ന് അവൻ പറയും. എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ഇപ്പൊ പറയാൻ പറ്റത്തില്ല എന്നാണ് അവൻ അവളോട് പറയുന്നത്. ഇന്ന് എനിക്ക് സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു, എൻ്റെ ആദ്യത്തെ സ്ക്രിപ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് ജംഗു സമ്മതിച്ചിട്ടുണ്ടെന്ന് അവിടെ ജംഗ്സന്റെ അടുത്ത് ഷെയർ ചെയ്യും. അന്നേരം ആരോ വന്ന് ബെല്ലടിക്കും. നോക്കുമ്പോൾ ജംഗ്സന്റെ അമ്മയാണ്. അത് കാണുമ്പോൾ യുൻസുവിന് പേടിയാവും. കാരണം 5 വർഷങ്ങൾക്ക് മുമ്പ് അവരുമായിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ട്, അത് നല്ലൊരു മീറ്റിംഗ് അല്ലായിരുന്നു. എനിക്ക് പേടിയുണ്ട്, ഇയാളുടെ അമ്മ എന്നെ ഇഷ്ടപ്പെടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് അവൾ പറയുമ്പോൾ ഇയാള് ആരെയും ഇംപ്രസ് ചെയ്യാനായിട്ട് ബിഹേവ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇയാളായിട്ട് നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ജംഗ്സൺ അവളെ ആശ്വസിപ്പിക്കും. അമ്മ അകത്തേക്ക് വരുമ്പോൾ യുൻസു നിൽക്കുന്നതൊന്നും ശ്രദ്ധിക്കുന്നില്ല, സംസാരിച്ചുകൊണ്ടാണ് വരുന്നത്. ജംഗ്സൺ ഒന്നും മിണ്ടുന്നില്ല എന്ന് കാണുമ്പോൾ അമ്മ ശ്രദ്ധിക്കും. കൂടെ ഒരാളുണ്ടെന്ന് അമ്മയ്ക്ക് മനസ്സിലാവും. പരിചയപ്പെടുത്തി തരാനായിട്ട് പറയും. എൻ്റെ ഗേൾഫ്രണ്ട് ആണെന്ന് അവൻ പരിചയപ്പെടുത്തി കൊടുക്കും. ഇത് എൻ്റെ അമ്മയാണെന്ന് യുൻസുവിൻ്റെ അടുത്തും പറയും. ജംഗ്സൺ പ്രസന്റിലേക്ക് തിരിച്ചു പോയി കഴിയുമ്പോഴത്തേക്കും അമ്മയും യുൻസും തന്നെയാവും. പണ്ട് പരിചയപ്പെട്ടിട്ടുണ്ടെന്ന് യുൻസു പറയുമ്പോഴാണ് അമ്മയ്ക്ക് ഓർമ്മ വരുന്നത്. ജംഗ്സനെക്കാട്ടിലും മൂത്തതാണ് യുൻസു എന്ന് അവർക്ക് മനസ്സിലാവും. പക്ഷെ ഇപ്രാവശ്യം അവളെ ഇഷ്ടപ്പെട്ട കൂട്ടാണ് അമ്മ സംസാരിക്കുന്നത്. നമുക്ക് ഫ്രണ്ട്സ് ആകാം, എനിക്കതിന് പ്രശ്നമൊന്നുമില്ല, ഞാനും എന്നെക്കാട്ടിലും ഇളയ ആളുകളെയാണ് കൂടുതലും ഡേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള രീതിക്ക് അമ്മ അവളോട് സംസാരിക്കും. വീട്ടിലെല്ലാവരും എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കും. അച്ഛനും അമ്മയും സ്കൂൾ ടീച്ചേഴ്സ് ആണെന്ന് അവൾ പറയും. എനിക്ക് സ്റ്റേബിളായിട്ടൊരു ജോലിയൊന്നുമില്ല, ഞാനൊരു സ്ക്രിപ്റ്റ് റൈറ്റർ ആണ്, ഒരു ഡ്രാമ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അതിൽ നിന്ന് ഇപ്പോൾ ക്വിറ്റ് ചെയ്തു, അടുത്ത് എഴുതാൻ പോകുന്നേ ഉള്ളൂ എന്നുള്ള രീതിക്ക് തന്നെ അവൾ സത്യസന്ധമായിട്ട് പറയും. അവളുടെ സത്യസന്ധത അമ്മയ്ക്ക് ഇഷ്ടപ്പെടും. ഡാനിയലും അമ്മയുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. യുൻസനെ വിളിച്ചുകൊണ്ട് പോയി ഡാനിയലിനെ അമ്മ പരിചയപ്പെടുത്തി കൊടുക്കും. ജംഗ്സന്റെ ഗേൾഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. ഷോയിൽ നിന്ന് ജംഗ്സൺ പിന്മാറിയ കാര്യം TV സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് ജംഗുവിനെ അറിയിക്കും. എങ്ങനെയെങ്കിലും ജംഗ്സനെ തിരിച്ച് ഷോയിലേക്ക് കൊണ്ടുവരണമെന്ന് അവര് ജംഗുവിന്റെ അടുത്ത് ആവശ്യപ്പെടും. യുൻസു റെസ്റ്റോറന്റിൽ നിന്ന് പോകാനായിട്ട് ഇറങ്ങുമ്പോഴാണ് ജംഗു അവിടേക്ക് വരുന്നത്. വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് അവളുടെ കൂടെ നടക്കും. പക്ഷെ അവൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, എന്തോ പ്രശ്നമുണ്ടെന്ന് യുൻസുവിന് മനസ്സിലാവും. വീണ്ടും ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയും. പേഴ്സണൽ ആണോ പ്രൊഫഷണൽ ആണോ എന്ന് ജംഗു ചോദിക്കും. പേഴ്സണൽ ആണെന്ന് പറയുമ്പോൾ എനിക്കിപ്പോ കേൾക്കണ്ട, ഇയാളിപ്പോ പറയണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ തിരിച്ചു പോകും. ഈ ഒരു ഇൻസിഡന്റിനെ പറ്റി ന്യൂസ് വരുമ്പോൾ എല്ലായിടത്തും നെഗറ്റീവ് കമന്റ്സ് വന്നു തുടങ്ങും. ആ റെസ്റ്റോറന്റിൽ ഹാൻസം ആയിട്ടുള്ള കുറച്ച് ഷെഫ്സ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ഫുഡൊന്നും വലിയ ഗുണമില്ല, ഫുഡിന് വലിയ വിലയാണ്, ക്വാണ്ടിറ്റി കുറവാണ് എന്നൊക്കെയാണ് വരുന്നത്. കുറെയൊക്കെ സത്യമാണ്. ആ ഒരു ഇൻസിഡന്റ് കാരണമാണ് ജംഗ്സൺ പിന്മാറിയതെന്ന് ജംഗുവിന് മനസ്സിലാവും. അത് കാര്യമാക്കണ്ട, ഇയാൾ ഷോയുമായിട്ട് മുന്നോട്ട് പോകണം. ഇപ്പൊ ഇത്രയും കസ്റ്റമേഴ്സ് വരുന്നത് ആ ഷോയിൽ പങ്കെടുത്തത് കൊണ്ടാണ്, അതുകൊണ്ട് കുറച്ച് നാളും കൂടി കണ്ടിന്യൂ ചെയ്യണമെന്ന് ജംഗു അവനോട് പറയും. പക്ഷെ ആദ്യമേ താല്പര്യമില്ലാതെ തന്നെയാണ് ഞാൻ പങ്കെടുത്തതെന്ന് അറിയാമല്ലോ,
അത് ശരിയായിട്ടുള്ള വഴിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പതുക്കെ നമുക്കിത് ലാഭത്തിലാക്കാം, ധൃതിയൊന്നും ഇല്ലല്ലോ എന്നുള്ള രീതിക്കാണ് ജെങ്സൺ മറുപടി കൊടുക്കുന്നത്. എന്ത് പറഞ്ഞാലും തോന്നുന്ന കൂട്ടേ ചെയ്യത്തുള്ളൂ എന്ന് ജംബു തിരിച്ചു ചോദിക്കും. കുട്സൂപ്പിന്റെ ഓർഡർ ഇയാളായിരിക്കാം, എന്നാൽ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാനായിട്ട് എനിക്ക് പറ്റുമെന്ന് ജംബു അവനെ ഓർമ്മിപ്പിക്കും. ആദ്യം എന്നെ വിശ്വസിച്ച കൂട്ട് കുറച്ചു നാളും കൂടി വിശ്വസിക്കാനായിട്ട് പറ്റത്തില്ലേ? ഞാൻ ഇത് നേരെയാക്കി എടുക്കാമെന്ന് ജെങ്സൺ അവനോട് പറയുന്നുണ്ടെങ്കിലും അതിന് ജംബു മറുപടി കൊടുക്കത്തില്ല. പിറ്റേ ദിവസം ജെങ്സൺ നോക്കുമ്പോൾ ജംബു അവനെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ ഇരിപ്പുണ്ടാവും. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്ത് തരാനായിട്ട് പറയും. അവൻ സൂപ്പാണ് ജംബുവിന് കൊടുക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് സൂപ്പ് വലിയ ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒരുപാട് പരീക്ഷണങ്ങൾ ഇതിൽ നടത്തിയിട്ടുണ്ടെന്ന് ജെങ്സൺ പറയുമ്പോൾ അവൻ ഉദ്ദേശിക്കുന്നത് യുൻസൂനെ ആണെന്ന് ജംബുവിന് മനസ്സിലാവും. അവരൊന്നിച്ച് കഴിക്കാനായിട്ട് പോയപ്പോൾ യുൻസു ഇമോഷണൽ ആയതും സൂപ്പ് കഴിക്കാതിരുന്നതും ഒക്കെ അവൻ ഓർക്കും. ഈ ആഴ്ച ഞാൻ പ്രപ്പോസ് ചെയ്യാൻ പോവാണെന്ന് അവൻ ജെങ്സന്റെ അടുത്ത് പറയും. ജെങ്സൺ ആണെങ്കിൽ ഹാപ്പിയാണ്. ജംഗു ഒരു റിംഗ് അവന്റെ കയ്യിൽ കൊടുക്കും. ഇത് തൽക്കാലം ഇയാളുടെ കയ്യിൽ ഇരിക്കട്ടെ, പ്രപ്പോസ് ചെയ്യുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് ജംഗു പറയും. ഞാൻ സ്പെഷ്യലായിട്ട് ഒരു കേക്ക് പ്രിപ്പയർ ചെയ്യാം, അതിന്റെ കൂട്ടത്തില് ഈ റിങ്ങും കൊണ്ടുവരാം. ഇയാളുടെ പ്രപ്പോസൽ മെമ്മറബിൾ ആക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഹെൽപ്പും എന്റെ ഭാഗത്തു നിന്നുണ്ടാവും. ഇയാൾ ആ ദിവസത്തെ സ്റ്റാർ ആയിരിക്കും എന്ന് ഞാൻ ഉറപ്പുവരുത്തും. ആ പെൺകുട്ടി എന്തായാലും മെസ്സ് പറയും എന്നൊക്കെ ജെങ്സൺ സന്തോഷത്തിലാണ് പറയുന്നത്. ഒരു നിമിഷം ജംഗുവിന് ഒരു ഗിൽറ്റി ഫീലിംഗ് വരുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും പുറത്തു കാണിക്കത്തില്ല. ഡയറക്ടർ പിന്നീട് പല റൈറ്റേഴ്സിനെയും ഹയർ ചെയ്തെന്നും അവരെല്ലാം കൂടി ആ സ്ക്രിപ്റ്റ് കൊളവാക്കിയിട്ടുണ്ടെന്നും ഹോങ്ങയ്ക്ക് കാണുമ്പോൾ മനസ്സിലാവും. അവളും അതിന്റെ ഒരു അസിസ്റ്റന്റ് റൈറ്റർ ആയിരുന്നല്ലോ. യുൻസു എഴുതിയ കൂട്ടൊന്നും അല്ല ഡ്രാമ ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്, ഓൾറെഡി കൊളവായി. ഇനി അവള് ചെന്നെന്നും പറഞ്ഞ് അത് രക്ഷപ്പെടുത്താനായിട്ട് പറ്റത്തില്ലെന്ന് അവൾ തിരിച്ചറിയും. അതുകൊണ്ട് തന്നെ ആ ഡ്രാമയുടെ തുടർന്നുള്ള എപ്പിസോഡ്സ് എഴുതാനായിട്ട് താല്പര്യമില്ലെന്ന് അവൾ വന്നിട്ട് ജംഗുവിന്റെ അടുത്ത് പറയും. ജംഗു അത് സമ്മതിക്കും. അവൻ അത്ര പെട്ടെന്ന് അത് സമ്മതിക്കുമെന്ന് അവൾ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് സന്തോഷമാവും. ഇയാളുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് ഞാൻ തീരുമാനിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ടെന്ന് അവൾ പറയുമ്പോൾ തിരിച്ചും ഞാൻ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അവൻ മറുപടി കൊടുക്കും. ഇയാൾക്ക് യുൻസൂനെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. എന്തുകൊണ്ടാണ് ഈ 5 വർഷവും ഇയാള് അവളെ പ്രപ്പോസ് ചെയ്യാതിരുന്നത്? ഇത്രയും കാലം ഇയാൾ എന്തെടുക്കുകയായിരുന്നു? ആരെയാണ് യുൻസൂന് ഇഷ്ടമുള്ളതെന്ന് ഇയാൾക്ക് അറിയാമോ എന്നൊക്കെ ഹോങ്ങ ജംഗുവിന്റെ അടുത്ത് ചോദിക്കും. അത് ജംഗുവിന് ഇഷ്ടപ്പെടുന്നില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കാതെ ഇയാള് നല്ല സ്ക്രിപ്റ്റ് എഴുതാനായിട്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമെന്ന് ജംഗു അവളുടെ അടുത്ത് പറയും. ഇടയ്ക്കിടയ്ക്ക് യുൻസു ജംഗ്ഷന് മെസ്സേജ് അയക്കാറുണ്ട് ഇയാൾ എന്തെടുക്കുകയാണെന്ന് ചോദിച്ചിട്ട്. അവനാണെങ്കിൽ ലിറ്ററലി എന്തെടുക്കുമായിരുന്നു എന്നാണ് അവർക്ക് റിപ്ലൈ കൊടുക്കാറുള്ളത്. കിച്ചണിലായിരുന്നു, എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യുമായിരുന്നു, വെള്ളം കുടിക്കുമായിരുന്നു, അങ്ങനെയൊക്കെ. ഇയാളെ മിസ് ചെയ്യുമ്പോഴാണ് ഞാൻ അങ്ങനെ മെസ്സേജ് അയക്കാറ്, ഒരിക്കലും എന്നോട് എന്താണ് തിരിച്ചു ചോദിക്കാത്തതെന്ന് യുൻസു അവനോട് ചോദിക്കും. അന്നേരമാണ് അവൾ ശരിക്കും എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കിയതെന്ന് അവന് മനസ്സിലാകും.